പത്മശ്രീ ഭരത് മമ്മൂട്ടി. ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ സ്വപ്നസന്നിഭമായ 5 പതിറ്റാണ്ടുകൾ മമ്മുക്ക എന്ന് തിരുത്തും. വിശ്വത്തിന്റെ നാഥൻ ഇനി ഒന്നും ഒളിക്കാൻ നാടോടികളെ പോലെ ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനാ സാർ. അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞാനങ്ങനെ അധികം ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. മാവോയിസ്റ്റുകൾ വന്നാൽ നമ്മൾ പ്രതിരോധിക്കണം. ചെസ്സിലെങ്ങനെയാ ജയിക്കുക? കാലം എന്തൊരരസികനാ. ഈ മഹാനടന്റെ മുഖപേശികളിലൂടെയാണ് കാലം മലയാളിയുടെ സാധ്യതകൾ കണ്ടറിഞ്ഞത്. നാളെ വരുമ്പോ ആ വൈക്ക് ഇങ്ങനെ കൊണ്ടുവരണം. ഏത് ക്യാമറ ആംഗിളിലും ക്ലാസിക്കൽ കലാശില്പങ്ങൾ പോലെ തെളിയുന്ന ഈ അംഗോപാംഗങ്ങളിലൂടെയാണ് നമ്മുടെ ചരിത്രവും ഐതിഹ്യവും സങ്കല്പവും ദൃശ്യാവതാരങ്ങൾ എടുത്തത്. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? നമ്മൾ മമ്മൂക്കയിൽ കേൾക്കുന്നു മലയാളത്തിൽ ഒട്ടേറെ മലയാളമുണ്ടെന്ന്. എല്ലാ മലയാളവും മനോഹരങ്ങളാണെന്ന്. നമ്മൾ മമ്മൂക്കയിൽ കാണുന്നു മനുഷ്യന് 33 കോടി ഭാവങ്ങളുണ്ടെന്ന്. എല്ലാ ഭാവത്തിനും മനുഷ്യത്വമുണ്ടെന്ന്. ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും. മിടുക്കന്മാരാകുമ്പോ നമ്മൾ മിടുക്കന്മാരാണ്. മഹാപുരസ്കാരങ്ങൾ വീണ്ടും വീണ്ടും ഈ മഹാനടനെ തേടി വന്ന് സ്വയം ആദരവ് നേടിയെന്നത് ചരിത്രം. സർവകലാശാലകൾ ഈ സർഗപ്രതിഭയ്ക്ക് ബഹുമതി ബിരുദം നൽകി സ്വന്തം ആധികാരികത അടയാളപ്പെടുത്തിയെന്നതും ചരിത്രം. കാലത്തിന് കയ്യെത്താത്ത ഉയരത്തിൽ കൽപ്പനകളുടെ കളിത്തിരശീലയിൽ മമ്മുക്ക സ്വയം പ്രഭാസാന്നിധ്യമായി നിൽക്കുന്നു എന്നത് കൂടുതൽ തിളങ്ങുന്ന ചരിത്രം. കണ്ടത് 400-ലേറെ മമ്മുക്ക കഥാപാത്രങ്ങൾ. എന്നിട്ടും ഈ വർഷം പോലും നമ്മൾ കണ്ടത് മമ്മുക്കയുടെ ഇതുവരെ കാണാത്ത കഥാപാത്ര വിസ്മയങ്ങൾ എന്നത് ചരിത്രത്തിലെ ചരിത്രം. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം.